ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ജനറൽ റീഡിങ്ങിൽ ആൻഡ് ആക്ച്വലി സെൽഫ് ലവ് ബാച്ച് ഇനി എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇനി ആരെയും ചേർക്കാൻ ഉള്ളതില്ല, ടൈമില്ല. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ബാച്ചിൽ നോക്കാം ഇനി അടുത്ത ആൾക്കാരെ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ജനറൽ റീഡിങ് എടുക്കുന്നത് ഇന്ന് ജസ്റ്റ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് നമുക്ക് നോക്കാം. ആക്ച്വലി ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് എടുക്കാം. എനിക്ക് ആരും വഴിയടിക്ക് ഒരു കമൻറ്റിൽ ഇട്ട് കണ്ടിരുന്നു. സോ ഞാൻ അതിൽ റിപ്ലൈ കൊടുക്കണം എന്ന് വിചാരിച്ച് മറന്നുപോയി, സോറി. സോ എന്തായാലും ആർക്കാ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരു 2 ക്വസ്റ്റ്യൻ എടുക്കാം. 2 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഈ ബുക്ക് ഓഫ് ആൻസേഴ്സിന് എടുക്കാം. ആൻഡ് കാർഡ് എടുക്കുന്നു. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ റീഡിങ് കാണുന്ന സമയത്ത്. സോ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസറായിട്ട് എന്താ വരുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇങ്ങോട്ട് നിൽക്കാം. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ജഗിൾ ചെയ്യുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ജഗിൾ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ കുറേ സിറ്റുവേഷൻസ് നമ്മൾ പറയില്ല, രണ്ടോ രണ്ടിൽ കൂടുതലോ സിറ്റുവേഷൻ നിങ്ങൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, ഇതിവിടെ ഒരു സൈക്കിൾ ഓട്ടിക്കുന്ന പോലെയാണ്. ഓക്കെ, സൈക്കിൾ ഓട്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതിനനുസരിച്ചിട്ട് വീല് തിരിയുന്നത്, ഓക്കെ, ഒന്ന് തിരിയുമ്പോൾ മറ്റേത് അല്ലേ അങ്ങനെ കണക്റ്റായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. സോ അതുപോലെ കണക്കാക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തൽക്കാലം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മട്ടിൽ എനിക്ക് കാണുന്നുണ്ട്. അത് കുറച്ച് പേർക്ക് ജോലിയുടെ കാര്യങ്ങൾ എല്ലാം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ലൈക്ക് ഒരു ഭാഗത്ത് ജോലി, ഒരു ഭാഗത്ത് ഫാമിലി, വീട്, കുട്ടികൾ, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മുടെ വരവ് ചെലവ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. സോ അങ്ങനെ ലൈഫിൻ്റെ ഒരു സ്ട്രഗിൾ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ ഇത് കുറച്ച് പേർക്ക് എനിക്ക് ഫൈനാൻഷ്യൽ കൂടുതൽ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആവുമോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്ന രീതിക്ക്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതിൽ നിങ്ങൾക്കൊരു നല്ലതാണോ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ യെസ് ആണ്, എനിക്ക് നല്ലതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവാം. ബട്ട് ഇവിടെ നിങ്ങൾക്ക് വരുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ഫ്രീഡം ആണ്. ഓക്കെ, ഫ്രീഡം എന്ന് മാത്രമല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വരും. നിങ്ങൾ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ ഗ്രോത്ത് വരും, അതിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, മറ്റുള്ളവർ ആരോടും സഹായം ചോദിക്കാതെയും അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ ഒന്ന് കൈ നീട്ടാതെ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, സ്വന്തം കാലിൽ നിൽക്കാം, ആ രീതിക്ക് ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഏർണിങ്ങിൻ്റെ കാര്യമുണ്ട്. ബിസിനസ് ആണെങ്കിൽ അത് ഗ്രോ ചെയ്യും, ജോലിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യലി കുറച്ചുകൂടി നിങ്ങളൊരു സ്റ്റേബിൾ ലെവലിലേക്ക് വരുന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു എനർജി വരുന്നുണ്ട്. അഗെയിൻ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജി എന്ന രീതിക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ വീട്, ഫാമിലി, ഒരു ഭാഗത്ത് ജോലി, ഒരു ഭാഗത്ത് വീട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഫാമിലിയൊക്കെ ആണെങ്കിൽ അവിടെയും ഓക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് എന്ന രീതിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, കുറച്ചൊന്ന് ലൈക്ക് എല്ലാം നമ്മളെല്ലാം ഒരു കൺട്രോളിൽ വെച്ച് പോകണമെന്ന് പറയില്ലേ, ഇമോഷണൽ ആവാതിരിക്കുക. കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ടെൻഷനോ ഒക്കെ വരുമ്പോൾ ഇമോഷണലായിട്ട് ചിന്തിക്കാതെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്ന രീതിക്കാണ് എനിക്കൊരു അഡ്വൈസ് വരുന്നത്. ഓക്കെ, കാര്യങ്ങളെല്ലാം ബെറ്റർ ആവും. ആൻഡ് ഫൈനാൻഷ്യലി കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്ന തരത്തിലും ഞാൻ എന്തിനത് ഷഫിൾ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, എടുത്തേക്കാം. മജീഷ്യൻ, 9 ഓഫ് സോർഡ്സ് ആൻഡ് 1 more card. ഓക്കെ, യെസ്, നിങ്ങൾക്ക് അഗൈൻ ഇവിടെ എംപ്രസ്സും ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ഗ്രോത്ത്, കരിയറിൽ ഗ്രോത്ത് ഉണ്ട്. ഈവൻ ഫാമിലി ലൈഫിലായാലും നിങ്ങൾക്കൊരു വളരെ സന്തോഷകരമായ ഒരു സമയം എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ടെൻഷൻസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ അതായത് നമ്മൾ പറയില്ലേ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ കൂടുതൽ ചിന്തിച്ച് അത് ഓവറായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് കൊണ്ടുവരുന്നുണ്ട്. അതിനൊന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് നമ്മുടെ ഉള്ളിലെ പേടികൾ കൊണ്ടുവരുന്നതാണ്. സോ അതൊന്ന് മാറ്റി വയ്ക്കുക. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. അതിപ്പോൾ ബിസിനസ്സിലായാലും ശരി, വീട്ടിലായാലും ശരി, ഓക്കെ, എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ബുക്ക് ഓഫ് ആൻസേഴ്സ് കൂടി നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, at the bottom of your teacup is a bird shape. Look outside your inner circle. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടും എന്നാണ്. ആ സഹായങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു
സപ്പോർട്ടൊക്കെ വരുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഔട്ട്സൈഡ് യുവർ ഇന്നർ സർക്കിൾ എന്നാണ് പറയുക. അതായത് നിങ്ങളുടെ ക്ലോസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ കരുതുന്ന ആൾക്കാരിൽ നിന്നായിരിക്കില്ല. ഓക്കെ, വേറെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നാണ് പറയുന്നത്. അതിപ്പോൾ ആരും ആവാം. ഓക്കെ, മേ ബി നിങ്ങൾ പരിചയപ്പെടുന്ന ആരെങ്കിലും, ഓക്കെ, അവർ നിങ്ങളെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് തരും, അല്ലെങ്കിൽ അവർ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എവിടെയോ നിങ്ങളുടെ ക്ലോസ് ഫാമിലി അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അല്ല, അതല്ലാതെ പുറത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആരുടെയെങ്കിലും ത്രൂ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ അത്ര സഹായിച്ചൊന്നും വരില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും, നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ സഹായിക്കുക, അല്ലേ? അതൊരു സത്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു പേജ് കൂടി. ദ ഫുൾ കാർഡ് റിമൈൻസ് യു ദാറ്റ് എനിത്തിങ് ഇസ് പോസിബിൾ. നേരത്തെ മജിഷ്യൻ കാർഡ് നമുക്ക് വന്നിരുന്നു, ഇവിടെ ഫുൾ കാർഡും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്തും ശ്രമിക്കാൻ, നിങ്ങളുടെ മനസ്സിൽ ഒരു ലൈക്ക് നമ്മൾ പറയില്ലേ, എന്തും ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിബിൾ ആണ്. എനിത്തിങ് ഇസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം സ്ട്രെസ് ഇല്ലാതെ ഓക്കെ ചില കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സൂക്ഷിക്കേണ്ടെന്നല്ല കേട്ടോ. ഓക്കെ, വാർണിംഗ് ഉണ്ട്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഫൂൾ പോലെ ബിഹേവും ചെയ്യരുത്. കുറച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പക്ഷേ തീരുമാനം എടുത്ത് നിങ്ങൾക്ക് എന്തും ശ്രമിക്കാൻ ഒരു തയ്യാറാവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പുതിയ തുടക്കത്തിൻ്റെ കാര്യം കൂടിയാണ് കാണിച്ചത്. സോ യെസ്, ഫുൾ കാർഡ് വരുമ്പോൾ ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ്. ഓക്കെ, ദ ഡെത്ത് കാർഡ് വാട്ട് അപ്പിയേഴ്സ് ടു ബി ഔട്ട് ഓഫ് റീച്ച് ഇസ് എനിത്തിങ് ബട്ട്. ഓക്കെ, സോ ഇവിടെ അഗൈൻ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഡെത്ത് എൻഡിങ് ആണ്. അതിനകത്ത് ഫൂള് പറഞ്ഞത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞു. ഓക്കെ, ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ എൻഡിങ് എന്ന രീതിക്ക് എടുക്കുക. പക്ഷേ എൻഡിങ് എന്ന് പറയുമ്പോൾ ഇതിവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കല്ല. അഗൈൻ എൻഡിങ് കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും എന്നാണ് പറയാം. എന്തും അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കാര്യം അതിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും അവസാനിച്ചാലേ പുതിയത് എന്തെങ്കിലും തുടങ്ങുള്ളൂ, അല്ലേ? അങ്ങനെയാണ്. സോ അഗൈൻ ഇവിടെ ആ ഫൂളും ഡെത്തും ഒക്കെ കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ വന്ന് നിങ്ങളോട് പറയുന്നത്. വാട്ട് അപ്പിയേഴ്സ് ടു ബി ഔട്ട് ഓഫ് റീച്ച് ഇസ് എനിത്തിങ് ബട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളുടെ കൈ എന്താ പറയുക വിരൽ തുമ്പിലാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, നിങ്ങൾ കൈ എത്തിയാൽ നിങ്ങൾക്കത് എത്തിപ്പിടിക്കാം എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങൾക്കത് എത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഇല്ല, നടക്കും എന്ന് യൂണിവേഴ്സ് അഷ്വറൻസ് തരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അതായിരുന്നു. നമുക്ക് ഇനി ഒന്നുകൂടി നോക്കിയേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുള്ളത്, വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ. സോറി, ഓ മൈ ഗോഡ്, എന്താ അത്? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ആൻസർ യൂണിവേഴ്സ് എന്താ പറയുന്നത്? അഗൈൻ മജീഷ്യൻ, ടെൻ ഓഫ് സോർഡ്സ്. ഓ, കണക്റ്റഡ് പോലെയാണെന്ന് വരുന്നത്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അഗൈൻ സെയിം കാര്യമാണ് വന്നത്. ഇത് നമ്മുടെ ഡെത്ത് കാർഡായിരുന്നു, പക്ഷെ ഇവിടെ എൻഡിങ് എന്ന രീതിക്കാണ് ടെൻ ഓഫ് സോർട്സ് പറയാറ്. ചില കാര്യങ്ങൾ അവസാനിക്കുന്ന രീതിയിലാണ്. എൻ്റെ ഇവിടെ മജീഷ്യൻ ഞാൻ പറഞ്ഞു നേരത്തെ, ആക്ച്വലി ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടാണോ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഓക്കെ, നിങ്ങൾ പുറമേ എവിടെ നിന്നും നോക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് എന്നാണ്. യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ ടെൻ ഓഫ് സോർട്സ് ഒരു അവസാനം കാണുന്നുണ്ട്, ഒരു എൻഡിങ് എന്ന രീതിക്കാണ് പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും. ഓക്കെ, ചില കാര്യങ്ങൾ എൻഡിങ് അല്ലെങ്കിൽ ഓൾറെഡി വന്ന് കാണാം, അല്ലെങ്കിൽ വരും എന്ന രീതിക്കാണ്. പക്ഷേ ഇതൊരു നൈറ്റ് ഓഫ് പെനിക്കിൾസിൻ്റെ പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നതും ആയിരിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നമ്മൾ അവസാനിക്കുക എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച് നടന്നില്ല എന്ന രീതിക്കായിരിക്കാം. സോ എവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു നമ്മൾ പറയില്ലേ വല്ലാതെ ഒരു തളർന്നു പോയൊരവസ്ഥ ഉണ്ട് ഇവിടെ. പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും വീണ്ടും എഴുന്നേക്കാനും വീണ്ടും ശ്രമിക്കാനും നിങ്ങൾ തയ്യാറായാൽ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും. ഞാനിവിടെ നൈറ്റ് ഓഫ് പെനിക്കിൾസ് പറയുന്ന ഒരു സ്ലോ എനർജി എന്ന് പറയാം. അതായത് ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് വരുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ടത് അത് കുറച്ച് സ്ലോ ആണ് എന്ന് മാത്രം. ഓക്കെ, പെട്ടെന്ന് വരും എന്ന രീതിക്കല്ല, പക്ഷെ അത് വരുന്നുണ്ട്, സ്ലോ ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അത് നല്ലതാണ് ആക്ച്വലി. എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സ്റ്റേബിളായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുമ്പോഴായാലും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എടുത്ത് ചാടി നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക മേലേക്ക് ചാടാൻ അല്ല. ഓക്കെ, നമ്മൾ പതുക്കെ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്തു പോവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന രീതിക്കാണ്. ഇതിവിടെ എന്തിനെ കുറിച്ചാണ്?
സോറി, ഐ തിങ്ക് ഇത് ഫസ്റ്റ് പാർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അഗെയിൻ ഇവിടെ ഒരു എൻഡിങ് വാക്കിംഗ് അവേ കാണുന്നുണ്ട്, ഫുൾ അഗെയിൻ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കണ്ടവർ ഇവിടെ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യം കൊണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടാവാം, ആ കാര്യത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് കാണുന്നതായിരിക്കാം. ഓക്കെ, സോ വട്ട് എവർ ഇറ്റ് ഇസ്, ഇവിടെ നിങ്ങൾ എന്തോ വാക്ക് അവേ ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്തോ പിന്നിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻഡിങ്ങിന് ശേഷം ഓക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഞാൻ എന്തെങ്കിലും മൂവ് ഓൺ ചെയ്യണോ എന്ന രീതിക്ക്. ഓക്കെ, ജോലി വിട്ട് മാറണോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറണോ എന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവാം. ഓക്കെ, ഇവിടെ എനിക്ക് വിട്ടു പോകുന്ന ഒരു എനർജി വരുന്നുണ്ട്. 8 of Cups ഫുൾ കാർഡ് ഉണ്ട്. സോ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന രീതിക്ക് അഗൈൻ കണ്ടിന്യൂസ് ആണ് എനിക്ക് കാണുന്നത്. ഫസ്റ്റ് പൈൽ കൂടി നിങ്ങൾ പോയി കണ്ടോളാം. സോ ഐ തിങ്ക് നിങ്ങളുടെ ആൻസേഴ്സ് അവിടെയും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ 8 of Cups ആൻഡ് ഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം വിട്ട് മാറിയിട്ട് നിങ്ങളൊരു പുതിയ ഇതിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് വരുന്നത്. സോ യെസ്, നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, മാറാൻ തയ്യാറാവൂ എന്ന രീതിക്കാണ്. അതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ പറയില്ല, ചില എൻഡിങ്സ് നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ്, ബട്ട് അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഫുൾ കാർഡ് അഗൈൻ ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ്. സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട് എനർജി. ആൻഡ് 8 of Cups നമ്മൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിക്കുക എന്ന് പറയും. ഓക്കെ, ആ പിന്നിൽ ഉപേക്ഷിക്കുന്ന കാര്യം പക്ഷേ എവിടെയോ നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിരുന്നില്ല, അത് നിങ്ങൾക്ക് അവിടെ ഒരു സന്തോഷം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾ വിട്ട് മാറുന്നത്. ആൻഡ് വിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട്. സോ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് മൂവ് അഹെഡ്, മൂവ് ഓൺ എന്നൊരു എനർജിയാണ് വരുന്നത്. പിന്നിൽ ആക്ച്വലി ഒരു 5 of Swords എനർജി ഉണ്ട്. സോ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഉണ്ട്, അതിൽ നിന്നാണ് നിങ്ങൾ വിട്ട് മാറുന്നത്. ഓക്കെ, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആണെങ്കിൽ ഓക്കെ, ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു വഴക്കിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും തർക്കിക്കാൻ നിൽക്കാതെ ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. സോ പിന്നിൽ ഉപേക്ഷിക്കുന്ന എന്ത് തന്നെയായാലും ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല, ഒരു എൻഡിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, പക്ഷേ അത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അത് കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരും. ആക്ച്വലി 4 of Wands എനർജിയൊക്കെയാണ് ഇവിടെ. യെസ്, 6 of Wands. യെസ്, നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ് വരുമെന്നാണ്. ഓക്കെ, എന്ത് തന്നെ നിങ്ങൾക്ക് പിന്നിൽ നഷ്ടപ്പെട്ടാലും, പിന്നിൽ എന്ത് തന്നെ നിങ്ങൾക്ക് എൻഡ് ചെയ്യേണ്ടി വന്നാലും, എന്തെങ്കിലും വാക്ക് അവേ ചെയ്യേണ്ടി വന്നാലും, മൂവ് ഓൺ ചെയ്യേണ്ടി വന്നാലും ഓക്കെ, നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഫാമിലിയിലായാലും എന്തിലായാലും ഓക്കെ, എന്തോ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റുന്നുണ്ട്, ഒരു മാറ്റം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അത് നിങ്ങൾക്ക് നല്ലതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ്. ഓക്കെ, സോ ജനറൽ ആയിട്ട് ഓക്കെ, നമുക്ക് ബുക്കൊന്നും കൂടി നോക്കാം. ബുക്ക് ഓഫ് ആൻസേഴ്സ് എന്ന് ദ ക്രിസ്റ്റൽ ബോൾ ഇസ് അൺമിസ്റ്റേക്കബിൾ, യു വിൽ ഹാവ് ടു ഇംപ്രോവൈസ്. ഓക്കെ, ഇംപ്രോവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഐഡിയാസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണം എന്ന് പറയില്ലേ. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഓക്കെ, അതിന് കുറച്ച് ഐഡിയാസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഇംപ്രൊവൈസ് എന്ന് പറയുന്നുണ്ട്, കുറച്ച് ഐഡിയ യൂസ് ചെയ്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. ലിബ്ര, ദ സൈൻ ഓഫ് സ്കെയിൽസ് കൗൺസിൽസ് യു ടു കൺസിഡർ അനദേഴ്സ് ഫീലിങ്സ്. ഓക്കെ, ഇവിടെ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റിൽ നിന്ന് വിട്ടുമാറുന്ന കാര്യം വലുതും ആണെങ്കിൽ ഓക്കെ, മറ്റുള്ളവരെ ഫീലിങ്സ് കൂടി ലേശം കൺസിഡർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കുക എന്ന രീതിക്കും ആവാം. ഓക്കെ, എവിടെയോ അങ്ങനെയും തോന്നി എനിക്ക്. കാരണം അനാവശ്യമായ തർക്കങ്ങൾ എന്ന് പറയില്ലേ, നമ്മൾ ചില സമയത്ത് നമ്മൾ ജയിക്കാൻ ശ്രമിച്ചിട്ട് വേറെ ആളെ തോൽപ്പിക്കുക. സോ അങ്ങനെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയോ നിങ്ങളോട് പറയുന്ന മറ്റുള്ളവരുടെ ഫീലിങ്സ് കൂടി ഒന്ന് കൺസിഡർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. സോ ഇവിടെ ആലോചിച്ച് നിങ്ങൾ തീരുമാനം എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന രീതി. ആക്ച്വലി ന്യായത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ജയിക്കാൻ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളും തോൽക്കില്ല, വേറെയുള്ളവരും എന്ന് പറഞ്ഞ പോലെ. സോറി, ഐ ഡോണ്ട് നോ. ഓക്കെ, ലാസ്റ്റ് പേജ്. ദ ജാക്ക് ഓഫ് ഹാർട്ട്സ്, ഡോണ്ട് പ്ലാൻ അഹെഡ്, ഇഫ് ഇറ്റ്സ് മെന്റ് ടു ബി ഇറ്റ് വിൽ ജസ്റ്റ് ഹാപ്പൻ. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി ഫുൾ കാർഡ് പോലെ തന്നെയാണിത്, നമ്മൾ നേരത്തെ കണ്ട ഫുൾ കാർഡ്. അതായത് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഓക്കെ, ഒരുപാട് പ്ലാനിങ് ഒന്നും ചെയ്യേണ്ട, അത് നടക്കാനുള്ളതാണെങ്കിൽ അത് നടന്നോളും എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വറീഡ് ആവണ്ട. ഫ്യൂച്ചർ എന്താവോ, അങ്ങനെയാവോ ഇങ്ങനെയാവോ, ഞാൻ വിചാരിച്ച പോലെ നടക്കുമോ എന്നൊന്നും നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന പറഞ്ഞ പോലെയാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നടക്കാനുള്ളതാണെങ്കിൽ അത് നടക്കും. ഓക്കെ, എന്ന രീതിക്കാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ഇവിടെ ഐ ഡോണ്ട് നോ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ വെച്ചിട്ടാണെന്ന്, നിങ്ങൾ ജോലിയിലോ കരിയറിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെയോ കാര്യങ്ങളാണെങ്കിൽ ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, ഇവിടെ ഐ തിങ്ക് ഒരുപാട് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യേണ്ട എന്ന രീതിക്കുമാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ലേശം കോംപ്രമൈസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഓക്കെ,
എനിവേ നിങ്ങൾക്ക് അത് നടക്കാനുള്ളതാണെങ്കിൽ നടക്കും എന്നായിരിക്കും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജസ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.